ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിളായ ഒരു ചിക്കൻ ഹനീദ് റെസിപ്പി കാണാം. ആദ്യം ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 5 ഏലക്ക, 7 കറാമ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വറുത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം 1 കിലോ ചിക്കൻ നന്നായി കഴുകി മാറ്റി വെച്ചതിലേക്ക് ഈ പൊടികൾ ചേർക്കാം. അതിനോടൊപ്പം തന്നെ 2 മാഗി ക്യൂബും ചേർക്കുക. മാഗി ക്യൂബ് ചേർക്കൽ ഓപ്ഷണലാണ്, പക്ഷേ ചേർത്താൽ വളരെയധികം ടേസ്റ്റ് കൂടുതലാണ്. ഞാൻ ചേർക്കുന്നുണ്ട്. മാഗി ക്യൂബ് ചേർക്കുന്നതിനാൽ തന്നെ ഉപ്പിൻ്റെ ആവശ്യം ഒട്ടുമില്ല. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി അതിൻ്റെ ഒപ്പം ചേർക്കുക. എന്നിട്ട് നന്നായി ചിക്കൻ മിക്സ് ചെയ്തു ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ മാറ്റി വെച്ച ചിക്കനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു നന്നായി വേകാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള പണികൾ തുടങ്ങാം. 3 സവാള, 3 തക്കാളി, 1 ക്യാപ്സിക്കം എന്നിവ നന്നായി കനം കുറഞ്ഞ് മുറിച്ച് മാറ്റി വെക്കാം. ഒരു പാത്രമെടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അതിൽ 3 കറാമ്പ്, 2 ഏലക്ക എന്നിവയിട്ട് വഴറ്റുക. അതിനോടൊപ്പം തന്നെ 3 സവാളയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. വഴന്നു വന്ന സവാളയിലേക്ക് 3 തക്കാളി ചേർക്കുക. 3 തക്കാളി ചേർത്തതിന് ശേഷം അത് നന്നായി വഴറ്റുക. ഒരു പകുതി വേവാകുമ്പോൾ അതിനോടൊപ്പം തന്നെ ക്യാപ്സിക്കവും കൂടി ചേർക്കാം. ക്യാപ്സിക്കവും കൂടി ചേർത്ത് എല്ലാം കൂടി മൊത്തത്തിൽ നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റി എടുത്താൽ വളരെയധികം ടേസ്റ്റ് കൂടുതലാണ്. എത്രത്തോളം വഴറ്റുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലാണ്. അതിനോടൊപ്പം നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ വെള്ളം പകുതി എടുത്തു ഒഴിക്കുക. അരിക്ക് കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാൻ. നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് കണക്കാക്കി. വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് കണക്കാണോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കാം. എന്നിട്ട് വെള്ളം നന്നായി തിളക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തത് സാദാ ബസ്മതി റൈസാണ്. നിങ്ങൾ സെല്ല ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ 3 കപ്പിന് 6 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതാണെങ്കിൽ 3 കപ്പിന് 5 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഈ അരികൾ ചേർക്കാം. ചേർത്ത് ലാസ്റ്റ് ഫ്ലെയിമിൽ വെച്ച് ചോറ് നന്നായി വേകാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നേരത്തെ വേവിച്ച ചിക്കൻ എടുത്ത് അതിലിട്ട് നന്നായി ഒരു കറുപ്പ് നിറമാവുന്നത് വരെ വറുത്തെടുക്കാം. നേരത്തെ ചിക്കൻ വേവിച്ചതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിരുന്നു ഇതിനോടൊപ്പം ചേർക്കാൻ വേണ്ടി. അതും കൂടി ചേർത്തെങ്കിൽ ചിക്കനിൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അതും കൂടി ചേർത്ത് അല്പം കുരുമുളക് പൊടിയും കൂടി അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കണം. എന്നിട്ട് ചിക്കൻ മറിച്ചും തിരിച്ചും നന്നായി ഒരു കറുപ്പ് നിറം വരുന്നത് വരെ വറുത്തെടുക്കുക. ആദ്യം വെള്ളമൊഴിച്ചത് നന്നായി കാണുന്നുണ്ടെങ്കിലും പിന്നീട് അത് നന്നായി വറുക്കുന്നതനുസരിച്ച് വറ്റി വരും. കണ്ടില്ലേ? നന്നായി വറുത്ത് വരുമ്പോൾ ഒരിറ്റി വെള്ളം പോലും എണ്ണയാട്ടു ബാക്കി വരുന്നില്ല. അതിനുശേഷം ചോറൊക്കെ വെന്തു. ഇനി നമുക്ക് ചിക്കൻ ഹനീദ് കഴിക്കാം.